നമ്മുടെ അഞ്ചപ്പങ്ങളിലൊക്കെ ഒരു പുതിയൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. കേൾക്കാനൊരിടം എന്നാണ് അവരതിന് ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ എമ്പതിയുള്ള, നിങ്ങളുടെ അനുഭവമുള്ള, നേരമുള്ള കുറച്ച് പേര് നിങ്ങളെ കേൾക്കാനായിട്ട് അവിടെ സദാ ഉണ്ട്. കേൾവിയിലൂടെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷേ ഒരാൾ നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളോടൊപ്പമുണ്ട്, ഒരുപക്ഷെ ആരോടും പറയാത്ത ചില കാര്യങ്ങൾ പറയാനായിട്ട് ഒരു വിൻഡോ എന്ന നിലയൊക്കെ അതിൻ്റേതായ പ്രസക്തിയുണ്ട്. ആ അർത്ഥത്തിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിൻ്റെ ഒരു ആദ്യഘട്ടമാണ് ഈ ടു ബി ലിസൺഡ്. നിർഭാഗ്യവശാൽ നമ്മൾ പാർക്കുന്ന ലോകത്തിൽ അത്തരം ഇടങ്ങളും അതിൻ്റെ മനോഭാവമുള്ള മനുഷ്യരുടെയുമൊക്കെ ആ ഒരു ഗോത്രം പതുക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് സമയത്താണ് ജപ്പാനിലൊരു ചെറുപ്പക്കാരൻ ഒറ്റോട്ടത്തിൽ കുസൃതി തോന്നിക്കാവുന്ന ഒരു പരസ്യം ചെയ്തു. അയാൾ പറഞ്ഞു, എനിക്ക് സ്പെയർ ചെയ്യാൻ ആവശ്യത്തിലേറെ സമയമുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സമയം വേണമെങ്കിൽ കാശ് തന്നാൽ നിശ്ചയമായിട്ടും എനിക്കത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റും. പക്ഷെ വളരെ പെട്ടെന്ന് ഇതിൻ്റെ കൗതുകമൊക്കെ മാറിയിട്ട് ഇയാളിലേക്ക് ഇങ്ങനെ അനേകം മനുഷ്യരെത്തുകയാണ്. ഏതാനും വർഷങ്ങളിലേക്ക് ഇയാൾക്ക് വേണ്ടി, ഇയാളുടെ സമയത്തിന് വേണ്ടി മനുഷ്യർ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളൊക്കെ ഒറ്റനോട്ടത്തിൽ ലളിതമെന്ന് തോന്നുമ്പോഴും അത് നമ്മുടെ ഹൃദയത്തെ ഹെവിയാക്കുന്ന ഒരാളുടെ ആവശ്യം ഒഴിവുകാലം കഴിഞ്ഞിട്ട് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അയാളൊപ്പം വരിക എന്നുള്ളതാണ്. മറ്റിങ്ങനെ തീവണ്ടി ചലിക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്നിങ്ങനെ കൈയൊന്ന് ഉയർത്തി കാട്ടുക എന്നുള്ളതാണ്. ഇത്ര സാധുവാണ് മനുഷ്യൻ. മിക്കവാറും നമ്മുടെ എല്ലാ അഞ്ചപ്പത്തിൻ്റെയും ഇടങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധയുടെ ഒരു സൂചനയുണ്ട്. ബുദ്ധയുടെ ഒരു ചെറിയൊരു രൂപമോ ചിത്രമൊക്കെ ഉണ്ട്. ബുദ്ധ ആ ഒരു ചെറിയ പ്രായം തൊട്ട് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നത് വരക്കാൻ എളുപ്പമുള്ള ഒരു ചിത്രമൊന്നും തരില്ല. ഒന്ന് രണ്ട് ചെറിയ വൃത്തങ്ങൾ വരച്ചിട്ട് ചെവി ഇങ്ങനെ നീട്ടി വരക്കുമ്പോഴേക്കും ബുദ്ധയായി. എൻ്റെ ചെവി എന്ന് പറയുന്നത് അതിൽ തന്നെ സത്യസന്ധമായൊരു കാര്യമാണ്, നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ടും ബുദ്ധയുടെ കാലം തൊട്ടുള്ള മ്യൂറലുകളിൽ ബുദ്ധയെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ, ബുദ്ധയെ വരച്ചെടുക്കുമ്പോൾ ഈ ചെവി എപ്പോഴും ഇങ്ങനെ നീണ്ടു തന്നെ ആയിരിക്കുക. എനിക്ക് തോന്നുന്നു ബുദ്ധ ഈ നിശബ്ദയുടെ മനുഷ്യനായിരുന്നു. നിശബ്ദയുടെ മനുഷ്യനായതുകൊണ്ട് തന്നെ അയാൾക്ക് കേൾക്കുക എന്ന് പറയുക ഒരു മെഡിറ്റേഷൻ തന്നെയായിരുന്നു. അങ്ങനെ നിരന്തരം കേട്ട് ഒരാൾ ചെവി ഇങ്ങനെ പതുക്കെ വലുതാവുകയാണ്. കുറേ കൂടി വലിയ ചെവിയുള്ള മനുഷ്യരുടെ കാലം വരുമെന്ന് തന്നെയാണ് ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിക്കുന്നത്.